ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ഇന്നലത്തെ ഫസ്റ്റ് നോമ്പിലെ അത്തായും നോമ്പ് തുറയും വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഇൻഷാ അല്ലാഹ് നോമ്പ് 30 നോമ്പ് തുറക്കുന്നതും അത്തായത്തിൻ്റെതും ഇതൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇപ്പോൾ എല്ലാം നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ ഞാനിടും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ് അല്ലേ. എന്നാലും വലിയൊരു ക്ഷീണം എന്ന് പറയാനൊന്നും ഇല്ലല്ലേ. അതാ പറയുന്നത്, നമ്മളെ മനസ്സേ പേടിക്കും ശരീരം പേടിക്കൂല പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ നോക്കും, ഒരു പണിക്കെല്ലാം പോയാൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര എങ്ങനെയാണ് അത് എടുക്കുക അങ്ങനെ തോന്നും. പക്ഷെ നമ്മളങ്ങ് എടുത്ത് തുടങ്ങുമ്പോൾ അതൊരു ഇതാവും അല്ലേ. അങ്ങനെ തന്നെ അത്താഴത്തിന് എണിച്ച് കുട്ടികൾക്ക് എന്താക്കി ചോറും ചിക്കൻ കറിയും പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, അതും പിന്നെ പപ്പടെല്ലാം പൊരിച്ച് ചോറെല്ലാം വിളമ്പി വെച്ച് ഏറ്റവും വലിയ ടാസ്ക് എന്താ പറഞ്ഞാൽ ഓരെ വിളിച്ച് എണീപ്പിക്കൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ പാത്രം അത്താഴത്തിന് തന്നെ പിന്നെ മക്കളെയും കൂട്ടിയിരുന്ന് അങ്ങനെ ഓതാനും നിസ്കരിക്കാനൊക്കെ നിന്ന്. നമ്മൾ ആ പാത്രം കഴുകി പണിയെടുക്കാൻ നിന്നാലേ തീരൂല, പണി തീർന്നിട്ടൊന്നും നമ്മളൊന്നിനും നിൽക്കില്ല. അപ്പോൾ പണി നേരം പോലത്തെ എന്തായാലും പിന്നെ എടുക്കാമല്ലോ, സമയം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ നിസ്കരിക്കലും ഓതലൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണിക്കാരെടുക്കാം. അല്ല ഇപ്പം നമ്മൾ ബേക്കടിച്ചാലും മക്കളും ബേക്കടിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പാത്രം കഴുകാനും പണിയെടുക്കാനൊക്കെ ഇരിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെന്തൊക്കെ ഓരോരോ പാട്ടിന് കിടക്കാൻ പോവുക, പിന്നെ ഉറങ്ങിപ്പോവുക, പിന്നെ ഓരോ വിളിച്ചിട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ എന്താക്കിയാലും നേരം പോലത്ത് ഇന്നലെ ഞായറാഴ്ച അല്ലേ, ചന്തക്കെല്ലാം പോയി സാധനമെല്ലാം വാങ്ങി. സാധനമൊക്കെ നോമ്പിൻ്റെ സാധനമൊക്കെ വാണേനു, ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്താക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ മതിയും ഗതിയും കെട്ടുപോയി. അത് പിന്നെ സാധാരണ നോമ്പ് നോറ്റിട്ട് എന്നല്ല, സുധാരങ്ങ് പോയി നോക്കുമ്പോഴേ തിരക്കാണ്. ചന്തയിൽ കൂടിയും പീടികയിൽ കൂടിയും എവിടെ പോയാലും തിരക്കെന്ന് പറഞ്ഞ അങ്ങനത്തെ തിരക്കായിരുന്നു. അതെന്നല്ല ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ ക്ലാസ്സിന്, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയതാണ് കേട്ടോ. അങ്ങനെ എന്താക്കിയാണ് ചന്തയിൽ നിന്ന് ഉള്ളിക്കല്ല നല്ലത് തന്നെയായിരുന്നു, 2.5 കിലോത്തിന് 100 റുപ്യൊക്കെ. അപ്പോൾ എന്താക്കി കുറച്ച് തോന ഉള്ളിയൊക്കെ എന്നാൽ പിന്നെ ഇതിപ്പോൾ നമുക്ക് ഉള്ളിയെല്ലാം നല്ലോണം വേണ്ട സാധനമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇത് നോമ്പ് തുറക്കാനിതാ വത്തക്ക ജ്യൂസുണ്ട്, പിന്നെ മുന്തിരിൻ്റെ എസൻസ് ഉണ്ടാവുമല്ലോ, അതും കൊണ്ട് മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരി ഉണ്ട്, വത്തക്ക ഉണ്ട്. പിന്നെ ഞാൻ എണ്ണക്കടിയാക്കിയിട്ട് പൊരിക്കടിയായിട്ട് ഉണ്ടാക്കിയത് സമൂസയാണ് കേട്ടോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, റബ്ബിനെ എത്ര സ്തുതിച്ചാലും അതേപോലെ കട്ടൻ ചായ വെച്ചിന്. നാഷ്ടയ്ക്ക് പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. അതോടെ പൊറോട്ട ചൂടാക്കണം. അപ്പോൾ ഇന്നലെ അരിപ്പത്തിരി ഒന്നും ഉണ്ടാക്കാൻ ഇന്നലെ സുധാരെല്ലാം പോയി വന്നപ്പോഴത്തേന് മതിയായി. അപ്പോൾ കസ്കസ് ഇട്ടിച്ച് കുറച്ച് തോനായിട്ട് ഇതൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ഒരു ഏലും കോലമൊക്കെ നായി വരണമല്ലോ. അപ്പോൾ കസ്കസ് കുറച്ച് ഇട്ടത് കുറച്ച് തോനായിനി. അപ്പോൾ ഞാൻ എന്താക്കിയാൽ അത് 2 ജ്യൂസിലേക്ക് ഇട്ടിട്ട്, നല്ലതാണല്ലോ വയറ്റിനൊക്കെ നല്ലതാണല്ലോ തണുപ്പിന്. ബാക്കി ഞാൻ എന്താക്കിയാൽ വെള്ളം കലക്കി അത് വെള്ളം പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കൂലേ, അതിലിട്ടിട്ടവിടെ വെച്ച് വെള്ളമൊക്കെ തണുത്ത വെള്ളമൊക്കെ നേരുമ്പോൾ പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് കുടിയും ഇതെല്ലാം കഴിഞ്ഞപ്പത്തിന് അപ്പോൾ കുടിക്കുമ്പോൾ അതിലിട്ട് വെച്ചാലോ ഒന്നും ബാക്കിയാകുന്നില്ല. ഒക്കെ തിന്നാനായ മക്കളാണല്ലോ, അതോടൊന്നും വേസ്റ്റാകുക ബാക്കിയാകുക അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യമൊന്നുമല്ല. പിന്നെ അത് സമൂസൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയണതാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ എടുത്തിടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ വിശേഷം എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കട്ടെ, കമൻ്റായിട്ട് അറിയിക്കുകയും. അപ്പോൾ എല്ലാവരും ദുആ വസിയത്തോട് കൂടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.